ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആണ്. അപ്പോൾ രാവിലത്തെ നടക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലെത്തിയപ്പോൾ കുറച്ച് വൈകിയിരിക്കണം. അപ്പോൾ ഇന്ന് മക്കൾക്ക് മദ്രസും സ്കൂളും ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഒക്കെ സാവധാനം മതി വിചാരിച്ചാണ് കിച്ചണിലെത്തിയപ്പോൾ തന്നെ 7 മണി ആയിക്കണം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയും. അപ്പോൾ കടലയൊക്കെ നല്ല രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരിക്കണേ. അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകിയിട്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു തക്കാളി, അതിലേക്ക് 2-3 പച്ചമുളകും, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളകും പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാലൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചാണ് അങ്ങനെ വേവിക്കുക. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഉപ്പിട്ടാൽ പെട്ടെന്ന് കടല വെന്ത് കിട്ടൂല. പുട്ടുംപൊടിയിലൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണം. അതേപോലെ തേങ്ങ ഞാൻ പുട്ടിന് മിക്സിയിലിട്ട് കണ്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ, ചിരകാൻ മടിച്ചിട്ട്. അപ്പം നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ ചിരകണ എന്താ പറയുക, തേങ്ങ ചിരകലേ ഇല്ല. അങ്ങനെ പുട്ടുംപൊടിയിലെ വെള്ളമൊക്കെ വറ്റിങ്ങാണ്ട് നല്ല പാകത്തിന് സോഫ്റ്റായി വന്നിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വശത്തും കണ്ടിഞ്ഞ് പുട്ട് ചുട്ടെടുക്കാം. തേങ്ങ അരച്ചെടുത്തു. ആ തേങ്ങ അരക്കുമ്പോൾ ഞാൻ അതിന് കുറച്ച് കടലയും കൂടി കൂട്ടി അരച്ചിക്കണം കേട്ടോ, എന്നാൽ കറി ഒന്ന് കുറുന്നാനുണ്ടാവും. പിന്നെ മിക്സിൻ്റെ ജാറിന്ന് ചുവറ്റി വെച്ച് കൊടുത്ത് നമുക്കൊന്ന് തിളച്ചിട്ടൊന്ന് തൂമിച്ചെടുക്കാം.
ഏലക്കാക്കും ഇതും കാന്താരിമുളകും അതേപോലെ നമ്മളെ വലിയ മുളകുണ്ടല്ലോ ആ മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കൊണ്ടുവന്നിക്കണം. എല്ലാവരും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കുക്കിങ് ചോറും കൂട്ടാനൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് പച്ചരി ഉണ്ട് കേട്ടോ. അതൊന്ന് കഴുകിങ്ങാണ്ട് പത്തിരിക്ക് പൊടിച്ചെടുക്കണം. അപ്പം എൻ്റെ പത്തിരിപ്പൊടിയൊക്കെ തീർന്ന് പോയിക്കണം. അപ്പം ഇനി പത്തിരിക്കൊക്കെ ഓർഡർ വരികയാണെങ്കിൽ പത്തിരിപ്പൊടി തീർന്ന് പോയിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം കഴുകിയിട്ട് വെയിലത്ത്, നല്ല വെയിലുണ്ടല്ലോ, വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അപ്പം ഞാൻ പത്തിരിക്ക് പൊടിക്കൽ ഇങ്ങനെ നല്ലോണം കഴുകിയിട്ട് 3-4 പ്രാവശ്യമായിട്ട് കഴുകും. എന്നിട്ട് വെയിലത്തിട്ടുങ്ങാണ്ട് ഉണക്കിയിട്ട് പൊടിക്കലാണ്. നല്ല ചളി ഉണ്ടാവും ഈ പച്ചരിയിൽ. കേക്ക് ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഒന്ന് കേക്ക് എടുക്കട്ടെ. അപ്പോൾ കേക്കിയിട്ട് ഒരു അരമണിക്കൂർ ഞാനിങ്ങനെ വെള്ളം ചോരാൻ വെക്കും കേട്ടോ. വെള്ളം ചോരാൻ വെച്ചിട്ട് വെള്ളമൊക്കെ വാർന്ന് പോയിട്ടാണ് പിന്നെ ഉണക്കിയെടുക്കുക. അങ്ങനെ ഈ ഓട്ടക്കൊട്ടിയും കൊണ്ടാണല്ലോ മേലേക്ക് പോവുക. അപ്പം ഞാൻ അകത്തൊന്നും ആവണ്ട വിചാരിച്ചങ്ങാണ്ട് ഞാൻ ചെമ്പക്കാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കൊണ്ടുപോകാനൊക്കെ, മേലെ കൊണ്ടുപോകാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ്. മക്കൾക്കൊക്കെ ഒന്ന് ലീവാണല്ലോ. വീഡിയോസ് കണ്ട് ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പം അങ്ങനെ അരിയൊക്കെ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചങ്ങാണ്ട് അതിൽ വിരിച്ചിട്ടു. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞാനൊരു തുണി വിരിച്ചിട്ടിക്കണം. നമ്മളങ്ങനെ തുണി മൂടിയിട്ടാലേ അരിക്ക് വെയിൽ ചുവക്കൂല. അല്ലെങ്കിൽ നമ്മൾ നൂൽപ്പൊട്ടും പത്തിരിയൊക്കെ ആണ് എന്താണ് ഉണ്ടാക്കിയെടുക്കണത്, അപ്പം അതിനൊരു വെയിലിൻ്റെ ചുവയ്ക്കാരം. അപ്പം മൂടിയിട്ടാൽ വെയിൽ ചുവക്കൂല. അപ്പം അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.